മാധ്യമപ്രവർത്തകൻ TJ ശ്രീലാലാണ് നമുക്കൊപ്പം ഈ ഘട്ടത്തിൽ തത്സമയം ചേരുന്നത്. ശ്രീ TJ ശ്രീലാൽ, വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണല്ലോ. ന്യൂഡൽഹി ഏത് വിധത്തിൽ പ്രതികരിക്കും എന്നുള്ളത് ലോകം നോക്കിക്കാണുകയാണ്. അതിനോടൊപ്പം തന്നെ ഇസ്ലാമാബാദിൽ നിന്ന് തുടർച്ചയായ പ്രകോപനങ്ങൾ ഉണ്ടാവുകയാണ്. ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് പ്രവചിക്കാനാകുന്നതിലും അപ്പുറമാണ് എന്ന് നമുക്കറിയാം. അതെങ്ങനെ എസ്കലേറ്റ് ചെയ്യുന്നു എന്നതിനോടൊപ്പമാണ് നിലവിലെ സാഹചര്യങ്ങളെ എങ്ങനെ വിലയിരുത്താം, ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുമോ? പക്ഷെ നോക്കൂ, ഇതുവരെയും യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ യുദ്ധത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും യുദ്ധസമാനമായ സാഹചര്യം പോലും ആയിട്ടില്ല. ഇപ്പോൾ ഡ്രോണുകൾ ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ മുൻപ് മോട്ടാർ ഷെല്ലുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിർത്തിക്ക് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വെടിവെപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ അതിപ്പോൾ മിസൈലിലേക്ക് എത്തുന്നു, ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിലേക്ക് എത്തുന്നു. ഇത് യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് എത്തുന്നതേയുള്ളൂ. യുദ്ധത്തിലേക്ക് കടക്കുമ്പോഴാണ് പ്രതിസന്ധിയിൽ കൂടുന്നത്. പക്ഷേ യുദ്ധത്തിലേക്ക് കടക്കില്ല എന്ന് തന്നെയാണ് ലോകരാജ്യങ്ങളുടെ നേതാക്കൾ നൽകുന്ന സൂചനകൾ. അവർ ഇന്ത്യക്ക് മേൽ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്, നയതന്ത്ര തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്നുള്ളത്. പക്ഷേ ഇന്ത്യ ആദ്യ ദിവസം ചെയ്തത് ഇന്ത്യക്ക് പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അധികാരം പ്രയോഗിക്കുകയാണ് ആദ്യ ദിവസം ചെയ്തത്. അതിന് പാകിസ്ഥാൻ കനത്തൊരു രീതിയിൽ മറുപടി നൽകാൻ ആരംഭിച്ചപ്പോഴാണ് ഇന്ത്യ കൂടുതൽ ശക്തമായ രീതിയിലേക്ക് മറ്റു തലങ്ങളിലേക്ക് ഇന്ത്യയുടെ ആക്രമണം വ്യാപിപ്പിച്ചത്. അങ്ങനെയാണ് ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്ലാമാബാദിനടുത്ത് അവരുടെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപത്ത് വരെയും ഇന്ത്യ ബോംബിംഗ് നടത്തിയത്. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ബോംബിംഗ് എന്ന് പറയുമ്പോൾ ഇതിൽ പേലോഡുമായാണ്, അതായത് ആക്രമിക്കാനുള്ള സ്ഫോടക വസ്തുക്കളുമായാണ് ഡ്രോണുകൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡ്രോണുകൾ വെടിവെച്ചിട്ടാലും അത് വീഴുന്ന സ്ഥലത്ത് വലിയ നാശനഷ്ടം ഉണ്ടാക്കും എന്നുള്ളതാണ് ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണത്തിന്റെ ഒരു പ്രധാന രീതി. ആ ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളൂ. ഇനിയാണ് നമ്മളുടെ മിസൈൽ സംവിധാനങ്ങളിലേക്ക് കടക്കാൻ പോകുന്നത്. അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കുക ബുദ്ധിമുട്ടാകും. പിന്നെ ഇതിനകത്ത് മറ്റൊരു സവിശേഷതയുള്ളത്, പാകിസ്ഥാനെ സഹായിക്കാൻ സാധ്യതയുണ്ടായിരുന്ന രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇറാൻ, അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങൾ, ചൈന അടക്കമുള്ള രാജ്യങ്ങൾ, ഇവരെല്ലാം തന്നെ ഇന്ത്യയോട് ആണ് ഇപ്പോൾ കൂടുതൽ അടുത്ത് നിന്നുകൊണ്ട് ഇന്ത്യയോട് യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണം എന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുകയാണ്. അമേരിക്ക യുദ്ധത്തിൽ ഇടപെടില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അമേരിക്കയ്ക്ക് ഇതിനകത്ത് എന്താണ് ഇന്ത്യയിൽ പഹൽഗാമിൽ സംഭവിച്ചതെന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. കാരണം പഹൽഗാം സംഭവിക്കുമ്പോൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കാര്യങ്ങൾ വിശദമായി തന്നെ അറിയാവുന്നതാണ്. അദ്ദേഹം ഉള്ളപ്പോഴാണ് ഈ ആക്രമണം. അദ്ദേഹത്തിന്റെ കുടുംബസമേതമുള്ള ഇന്ത്യ സന്ദർശന സമയത്താണ് ഈ ആക്രമണം ഉണ്ടായത് തന്നെ. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു മനസ്സിലാക്കി നൽകേണ്ട കാര്യമില്ല. ഇതിനെല്ലാം അപ്പുറത്ത് ഏതൊരു യുദ്ധത്തിലും ഹർഷൻ, ഇതൊരു യുദ്ധം ഒരു ബിസിനസ്സായി മാറുന്ന ഘട്ടമുണ്ട്. യുദ്ധം തുടങ്ങുന്നത് ഏത് സാഹചര്യത്തിലാണെങ്കിലും പിന്നീട് അത് ഒരു ബിസിനസ്സായി മാറുന്ന ഒരു ഘട്ടമുണ്ട്. അതാണ് പല രാജ്യങ്ങളിലും നടക്കുന്ന യുദ്ധങ്ങൾ അവസാനിക്കാതെ നീണ്ടുപോകുന്നതിനുള്ള കാരണവും. പക്ഷേ ഇവിടെ ഉറപ്പായും ആയുധ കച്ചവടം അതിനൊപ്പം തന്നെ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ വിധത്തിലുള്ള വ്യാവസായിക താല്പര്യങ്ങൾ പല തരങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ശ്രീലാൽ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ യുക്രൈൻ റഷ്യ യുദ്ധം ദീർഘനാളായി നീണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ആക്രമണം ദീർഘനാളായി നീണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനൊന്നും ഒരു അറുതി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. രാജ്യ താല്പര്യത്തിനപ്പുറത്തേക്ക് അവിടെ വാണിജ്യ താല്പര്യങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകും. വലിയ തോക്കുകൾ, വലിയ യന്ത്ര സംവിധാനങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റായി ഇതിനെ പലപ്പോഴും കാണപ്പെടും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ അർത്ഥത്തിൽ ഇന്ത്യ പക്ഷേ വളരെ കൃത്യമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനത്തിലേക്ക് ഇന്ത്യ തയ്യാറായിട്ടില്ല. വളരെ ഫോക്കസ്ഡ് മെഷർ ആൻഡ് ആ വിധത്തിലുള്ള ഒരു നടപടിയാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന് ഇന്ത്യ ആവർത്തിച്ച് 2 വാർത്താ സമ്മേളനങ്ങളിലും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായ പ്രകോപനങ്ങൾ ഉണ്ടാവുകയാണ്. ശ്രീലാൽ, യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യൻ ഡിഫൻസിന്റെ ഒരു കരുത്തുകൂടി തെളിയിച്ചിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നല്ലോ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ ടെറർ ക്യാമ്പുകൾ ആക്രമിക്കാം. ഏതൊരു ശത്രുവിനെയും ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് തന്നെ ആക്രമിക്കാൻ ശേഷിയുള്ള സംവിധാനങ്ങളുണ്ട്. ഒപ്പം ശത്രുവിൻ്റെ ആക്രമണങ്ങളെ ഇന്ത്യൻ അതിർത്തിയിൽ എത്തുന്നതിന് മുൻപേ തന്നെ തകർക്കാനുള്ള സംവിധാനമുണ്ട് എന്ന് തെളിയിച്ച് ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ ഒരു പ്രകടനം കൂടിയായി മാറുകയായിരുന്നല്ലോ യഥാർത്ഥത്തിൽ ഈ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും. തീർച്ചയായും പിന്നീട് അതിൽ ഒരു സംശയവുമില്ല. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ പാകിസ്ഥാന്റെ ഒരു ശ്രമവും വിജയിക്കാതെ പോയത് ഇന്ത്യയുടെ കടുത്ത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ഗുണം കൊണ്ട് തന്നെയാണ്. നമ്മുടെ S-400 എന്ന് പറയുന്ന മിസൈൽ സംവിധാനമാണ്. അതിനെ സുദർശൻ ചക്ര എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് വാങ്ങിയ സംവിധാനമാണിത്. ഈ മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങുമ്പോൾ വലിയ തോതിൽ എതിർപ്പ് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇന്ത്യക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നുള്ള പ്രഖ്യാപനം പോലും അമേരിക്ക നടത്തിയിരുന്നു. അത്രയ്ക്ക് അമേരിക്കൻ എതിർപ്പ് മറികടന്നാണ് ഇന്ത്യ ഈ S-400 എന്ന് പറയുന്ന S-400 എന്ന് പറയുന്ന
മിസൈൽ പ്രതിരോധ വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങുന്നത് തന്നെ ഇത് റഷ്യയിൽ നിന്നുമാണ് വാങ്ങുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടായപ്പോൾ കൂടുതൽ നിലപാട് അമേരിക്ക കടുപ്പിച്ചു. ഒരു കാരണവശാലും ഇതിന്റെ ഈ കരാറുമായി മുന്നോട്ട് പോകരുതെന്നുള്ള നിലപാട് അമേരിക്ക എടുത്തിരുന്നു. അമേരിക്കയുടെ ആ നിലപാടിനെ മറികടന്നാണ് ഇന്ത്യ ഈ സംവിധാനം വാങ്ങുന്നത്. അതായത് 72 മിസൈലുകൾ ഒരേ സമയത്ത് തൊടുത്തുവിടാൻ കഴിവുള്ള ഒരു സംവിധാനമാണിത്. ഇതൊരു മിസൈൽ അയക്കുന്ന പ്രതിരോധ സംവിധാനം മാത്രമല്ല, അതൊരു ആകെ മൊത്തത്തിലുള്ള ഒരു പ്രതിരോധ സംവിധാനമാണ് ഈ പറയുന്ന S-400. നമ്മൾ സുദർശൻ ചക്രം എന്ന് പേരിട്ടിരിക്കുന്ന S-400 എന്ന് പറയുന്ന ഈ മിസൈൽ പ്രതിരോധ സംവിധാനം. ഇതിൽ വ്യോമാക്രമണം നടത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇന്ത്യയിലേക്ക് വരുന്ന മിസൈലുകളെ ലക്ഷ്യം വെച്ച് തടയാൻ സാധിക്കും. അതിനെ നിർവീര്യമാക്കാൻ, വായുവിൽ വെച്ച് തന്നെ നിർവീര്യമാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇതിൽ റഡാർ സംവിധാനമുണ്ട്. ഇനി ഇതിനെല്ലാം പുറമെ അത്യാധുനിക എയർ ഡിഫൻസ് സംവിധാനങ്ങളുള്ള വിമാനങ്ങളെ പോലും ഈ മിസൈൽ ഉപയോഗിച്ച് നമുക്ക്, ഈ സംവിധാനം ഉപയോഗിച്ച് നമുക്ക് ആക്രമിക്കാൻ സാധിക്കും, അവരെ തകർക്കാൻ സാധിക്കും. അത്രയ്ക്ക് അതിശേഷിയുള്ള, അതിമാരക ശേഷിയുള്ള, പ്രതിരോധ ശേഷിയുള്ള ഈ S-400 മിസൈൽ സംവിധാനമാണ് ഇന്നലെ പാകിസ്ഥാൻ നടത്തിയ മുഴുവൻ ആക്രമണങ്ങളെയും തടഞ്ഞത്. ജമ്മു എയർപോർട്ടിലേക്ക് നടത്തിയ ആക്രമണം, ജയ്സാർബിൽ നടത്തിയ ആക്രമണം, ഇങ്ങനെ ജമ്മുവിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾ എല്ലാം തന്നെ നമ്മൾ പ്രതിരോധിച്ചത് ഈ S-400 എന്ന് പറയുന്ന സുദർശൻ ചക്ര എന്ന് നമ്മൾ വിളിപ്പേരിട്ടിരിക്കുന്ന ഈ മിസൈൽ സംവിധാനം കൊണ്ടാണ്. ആ സംവിധാനത്തിലേക്ക് മാത്രമാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ആദ്യ ദിവസം നമ്മൾ ഈ റഫാൽ അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രിസൈസ് ആക്രമണം നടത്തി, ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. അതിനുശേഷം നമ്മൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള ചില പ്രതിരോധ സംവിധാനങ്ങൾ നമ്മൾ സ്വീകരിച്ചു. അതിനുശേഷം പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ നമ്മൾ നിർവീര്യമാക്കിയത് ഈ S-400 എന്ന് പറഞ്ഞ റഷ്യൻ നിർമ്മിത മിസൈൽ സംവിധാനം ഉപയോഗിച്ചാണ്. അതാണ് ഞാൻ നേരത്തെ ആദ്യമേ സൂചിപ്പിച്ചത്. നമ്മൾ യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളതേ ഉള്ളൂ. നമ്മൾ പൂർണ്ണ തോതിലുള്ള ഒരു ആക്രമണത്തിലേക്ക് കടന്നിട്ടില്ല. ആ പൂർണ്ണ തോതിലുള്ള ആക്രമണത്തിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. ശ്രീലാൽ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, പാകിസ്ഥാനെ തുടർച്ചയായി ഈ വിധത്തിൽ മറ്റ് ലോകരാജ്യങ്ങളുടെ സഹായം ലഭിച്ചുകൊണ്ടേയിരുന്ന കാര്യം നമുക്കറിയാം. പ്രത്യേകിച്ച് അമേരിക്ക അവരെ തുടർച്ചയായി സഹായിച്ചുകൊണ്ടേയിരുന്നു. ഇന്ത്യക്കെതിരെ അവർ ഇന്നലെ മിസൈൽ ഉപയോഗിച്ചിട്ടുള്ള F-15 ഉൾപ്പെടെയുള്ള പോർ വിമാനങ്ങൾ അതൊരിക്കലും സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത്, സ്വയം പ്രതിരോധത്തിനല്ലാതെ ആക്രമണത്തിന് വേണ്ടി ഉപയോഗിക്കരുത് എന്ന ക്ലോസ് വെച്ചുകൊണ്ട് അമേരിക്ക കൈമാറിയ യുദ്ധവിമാനമായിരുന്നു. അതുൾപ്പെടെ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥിതി. ഇപ്പോൾ തന്നെ ലോകരാജ്യങ്ങളുടെ, മറ്റ് അമേരിക്ക ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ, ലോകബാങ്കിന്റെ ഉൾപ്പെടെ വലിയ സാമ്പത്തിക സഹായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ രാജ്യം നിലനിൽക്കുന്നത് തന്നെ. വലിയ ദാരിദ്ര്യം, കൊടിയ പട്ടിണി ഉൾപ്പെടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉൾപ്പെടെ അലട്ടുന്ന ആ രാജ്യം ഇന്ത്യക്കെതിരായി തുടർച്ചയായി ഈ പണത്തെ എല്ലാം തന്നെ ഇന്ത്യക്കെതിരായ ആക്രമണത്തിന് ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ ടെറർ ഫണ്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന എന്നൊരു സ്ഥിതി ഉണ്ടല്ലോ. ഇന്ത്യക്ക് ആ വിധത്തിലുള്ള നയതന്ത്ര നീക്കങ്ങൾ S ജയശങ്കറിന്റെ നേതൃത്വത്തിൽ വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ചിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു. പാകിസ്ഥാന്റെ ഫണ്ടിങ് കുറയ്ക്കുക എന്നുള്ളത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ഈ സൈനിക നീക്കത്തോടൊപ്പം തന്നെ നയതന്ത്ര നീക്കവും പ്രധാനപ്പെട്ടതാണല്ലോ. തീർച്ചയായും സൈനിക നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതല്ല, സൈനിക നീക്കം തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത ഘട്ടം നയതന്ത്ര നീക്കം തന്നെയാണ്. കാരണം ഒരു രാജ്യത്തിനും, ഇപ്പൊ ഇന്ത്യക്കായാലും പാകിസ്ഥാനായാലും യുക്രൈൻ ആയാലും റഷ്യക്കായാലും ഒരു രാജ്യത്തിനും യുദ്ധം എന്ന് പറയുന്നത് അത് തുടർന്നു കൊണ്ടുപോവുക, അതിൽ വിജയം കാണുക എന്ന് പറയുന്നത് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് ഏത് രാജ്യത്തിനായാലും. കാരണം ഇത് ഒരു രാജ്യവും മറ്റു രാജ്യം തമ്മിൽ തുടങ്ങുന്ന യുദ്ധം പിന്നീട് സൗഹൃദ രാജ്യങ്ങൾ അതിൽ പങ്കാളികളാകുന്നു, നേരിട്ട് പങ്കാളികളായെങ്കിലും സഹായങ്ങൾ എത്തിക്കുന്നു. അത്തരത്തിലുള്ള നടപടികൾ നീണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഏതൊരു യുദ്ധവും ഏതൊരു രാജ്യത്തിനും, എത്ര വലിയ സാമ്പത്തിക ശേഷിയുള്ള രാജ്യത്തിനും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. അപ്പോഴാണ് തീരെ തകർന്നു നിൽക്കുന്ന പാകിസ്ഥാന്റെ കാര്യത്തിൽ പാകിസ്ഥാൻ 3 മേഖലയിൽ തകർന്നു നിൽക്കുകയാണ്. ഒന്ന്, പാകിസ്ഥാന്റെ സാമ്പത്തിക മേഖല തീർത്തും ദുർബലമായ അവസ്ഥയിലാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ അവരുടെ സിവിലിയൻ ഭരണകൂടം, അതും പാകിസ്ഥാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ദുർബലമായ സിവിലിയൻ ഭരണകൂടമാണ് ഇപ്പോൾ പാകിസ്ഥാനിലുള്ളത്. അതോടൊപ്പം തന്നെ സൈനിക തലത്തിലും ഏറ്റവും ദുർബലമായി നിൽക്കുന്ന അവസ്ഥ. അങ്ങനെ എല്ലാ തലത്തിലും ദുർബലമായി നിൽക്കുന്ന പാകിസ്ഥാൻ. അതുകൊണ്ടാണ് പാകിസ്ഥാനെ ഈ യുദ്ധത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ഈ വാർ ബിസിനസ് എന്തുകൊണ്ട് നടക്കില്ല എന്ന് പറയുന്നത്. കാരണം പാകിസ്ഥാനെ ഈ ആയുധം കൊടുത്ത് സഹായിക്കാൻ ഒരു രാജ്യവും തയ്യാറാകില്ല, അമേരിക്ക അടക്കം. കാരണം ഇത് കൊടുത്താലും നോ റിട്ടേൺ തലത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ നിൽക്കുന്നത്. യുക്രൈന് അമേരിക്കൻ ആയുധ കമ്പനികൾ സഹായം നൽകുന്നുണ്ട്, അവർ ആയുധം വിൽക്കുന്നുണ്ട്. യുക്രൈന് ആയുധം വിൽക്കുമ്പോൾ തിരിച്ച് ആ അമേരിക്കൻ യുദ്ധ കമ്പനികൾക്ക്, ആയുധ നിർമ്മാണ കമ്പനികൾക്ക് സഹായം ലഭിക്കുന്നത് ഈ പറഞ്ഞ നാറ്റോ സഖ്യത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് യുക്രൈൻ ഇപ്പോൾ ദരിദ്രരാജ്യമായി നിൽക്കുന്നതെങ്കിലും, യുക്രൈൻ സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിലും യുക്രൈന് നൽകുന്ന ആയുധങ്ങൾക്കുള്ള പണം മറ്റു രാജ്യങ്ങൾ നൽകുന്നു, നാറ്റോ സഖ്യം നൽകുന്നു അമേരിക്കയുടെ ഈ പറയുന്ന ആയുധ കമ്പനികൾക്ക്. പക്ഷെ ഇവിടെ അങ്ങനെ പാകിസ്ഥാനെ സഹായിക്കാൻ ഒരാളും ഇല്ല എന്നുള്ളതാണ് പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ യുദ്ധം അധികം നീണ്ടുപോകാനുള്ള സാധ്യതയില്ല എന്ന് ഈ പറയുന്ന ഈ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം പാകിസ്ഥാനെ സഹായിക്കാൻ താല്പര്യമുള്ള ഒരു രാജ്യവും ഇല്ല എന്നുള്ളതാണ്. ആകെ ചൈനയാണ് പാകിസ്ഥാനെ അല്പമെങ്കിലും സൗഹൃദ രാജ്യമായി കണ്ടപ്പോൾ ഒപ്പം നിൽക്കുന്നത്. അത് ചൈനയ്ക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് ഇന്ത്യ, ചൈന,
ടെറിറ്റോറിയൽ പ്രോക്സിമിറ്റി ഉള്ളതുകൊണ്ടാണ്. ഇന്ത്യയും ചൈനയും അതിർത്തി പങ്കിടുന്നു എന്നുള്ളതുകൊണ്ട് അതുപോലെ അതിർത്തി പങ്കിടുന്ന മറ്റൊരു രാജ്യത്തെ സഹായിക്കാൻ ചൈന തയ്യാറാകുക, അല്ലെങ്കിൽ അവരെ സഹായിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയോട് ഇത്തരത്തിൽ ഈ പ്രതിസന്ധികൾ അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെടാൻ പോലും ചൈന ശക്തമായി തയ്യാറാകുന്നത് ഇത്തരത്തിൽ ഒരു ടെറിറ്റോറിയൽ പ്രോക്സിമിറ്റി ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ അവരുടെ വേറെ മറ്റൊരു തലത്തിലുള്ള സാമ്പത്തിക രീതിയിലുള്ള ഒരു സഹായവും ചൈന പ്രതീക്ഷിക്കുന്നില്ല. ചൈനയ്ക്ക് അത് ഏതെങ്കിലും തലത്തിൽ കിട്ടുമെന്ന് അല്ലെങ്കിൽ റിട്ടേൺ കിട്ടുമെന്ന് ഉള്ള ഒരു പ്രതീക്ഷയും ഒരു ലോകരാജ്യത്തിനുമില്ല. ആ ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. പക്ഷെ അത് പറയുമ്പോൾ പോലും ഒരു യുദ്ധത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ സാമ്പത്തിക മേഖലയ്ക്കും തിരിച്ചടി ഉണ്ടാക്കുമെന്ന കാര്യം സംശയമില്ല. കാരണം പാകിസ്ഥാൻ 20 വർഷമോ 30 വർഷമോ പിന്നോട്ടടിക്കപ്പെട്ടാൽ നമ്മൾ ഒരു 10 വർഷമെങ്കിലും നമ്മൾ പിന്നോട്ടടിക്കപ്പെടും. അതും നമ്മുടെ പുരോഗതിയെ, നമ്മൾ 10 വർഷം പിന്നോട്ട് പോകാൻ നമ്മളെ 20 വർഷത്തെ മുന്നോട്ടുള്ള പുരോഗതി അത് ബാധിക്കും എന്നുള്ള സംശയമില്ല. അതുകൊണ്ട് ഇന്ത്യയും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് പല ഘട്ടത്തിലും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ ഒരു കഴിവ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് അതിനുള്ള അർഹത, ആ ഒരു സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശം അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇന്ത്യ ഇപ്പോഴും പറയുന്നത്. ഇപ്പോഴും ഇന്ത്യയുടെ നിലപാടും അത് തന്നെയാണ്. സ്വയം പ്രതിരോധിക്കാനുള്ള ഞങ്ങളുടെ അവകാശം ഞങ്ങൾ വിനിയോഗിച്ചു. അത് 9/11 ഈ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം അമേരിക്ക തുടങ്ങി വെച്ച ഒരു കാര്യമാണ്. അതായത് പെർസ്യൂ ആൻഡ് എക്സിക്യൂട്ട്, പിന്തുടർന്ന് നിർവീര്യമാക്കുക, ഇല്ലാതാക്കുക എന്നുള്ള ഒരു യുദ്ധ നടപടി ലോക ക്രമത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അമേരിക്ക. അത് 9/11 ശേഷം അത് ഇന്ത്യ ഇപ്പോൾ പിന്തുടരുന്നു. ഹമാസിന് നേരെ ഇസ്രായേൽ നടത്തിയതും അത് തന്നെയാണ്. ഇന്ത്യ അത് പിന്തുടരുന്നു. അത് ലോകത്ത് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ട ഒരു പ്രതിരോധ സംവിധാന രീതിയാണത്. അതാണ് ഇന്ത്യ ചെയ്തത്. അതാണ് ആദ്യ ദിവസങ്ങളിൽ പ്രിസൈസ് ആയിട്ട് ഈ 9 ഭീകരവാദ കേന്ദ്രങ്ങൾ മാത്രം ആക്രമിക്കുകയും അത് എന്തുകൊണ്ട്, എവിടെ, എങ്ങനെ, എന്താണ് ആ ഇന്ത്യ ആക്രമിച്ച കേന്ദ്രങ്ങൾക്കുള്ള ശേഷി എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് ഇന്ത്യ സ്വീകരിച്ചത്. അതിന് പക്ഷേ പാകിസ്ഥാൻ മറുപടി നൽകിയത് കനത്ത ഷെല്ലാക്രമണവും ഒപ്പം തന്നെ ഇന്ത്യൻ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്കും അതോടൊപ്പം തന്നെ ഇന്ത്യൻ മിലിറ്ററിയും മറ്റ് കേന്ദ്രങ്ങളിലേക്കും ആക്രമിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടാണ്. അത് വിജയിപ്പിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ തിരിച്ചടിയായി കാണുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ സംവിധാനം ഉണ്ടായിരിക്കുന്നത്. ഇതിനിടയിലാണ് പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടത്. നേരത്തെ ബിൽ സൂചിപ്പിച്ചതുപോലെ അമേരിക്ക സൗഹൃദ രാജ്യങ്ങൾക്ക് മുകളിൽ പ്രയോഗിക്കരുത്, പ്രതിരോധിക്കാൻ മാത്രം ഉപയോഗിക്കുക എന്നുള്ള നിബന്ധന വെച്ചുകൊണ്ട് അമേരിക്ക നൽകിയ F-16 വിമാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയെ ആക്രമിച്ചതും അത് വെടിവെച്ചിട്ടതിനകത്ത് 2 കാര്യങ്ങൾ ഇന്ത്യക്ക് ഗുണകരമാകുന്നു. ഒന്ന്, F-16 ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് പാകിസ്ഥാൻ ഉപയോഗിച്ചു എന്ന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തെളിവ് നൽകാൻ ഈ ഒരു നടപടി കൊണ്ട് ഇന്ത്യക്ക് സാധിക്കും. അത് അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഉടമ്പടിക്ക് എതിരാണ് എന്ന് അമേരിക്കയോടും ഈ ലോകത്തോടും വാദിക്കാൻ ഇന്ത്യക്ക് കഴിയും. അതിനുള്ള തെളിവ് ഇന്ത്യക്ക് കൈവശം വന്നിരിക്കുന്നു. അടുത്ത ഘട്ടത്തിൽ ഈ പറയുന്ന പാകിസ്ഥാന്റെ ഒരു സംവിധാനങ്ങളും ഇന്ത്യയിലേക്ക് കടക്കാൻ, ഇന്ത്യ ആക്രമണ പദ്ധതികളും വിജയിപ്പിക്കാൻ പാകിസ്ഥാൻ ആയില്ല എന്നുള്ളത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന്റെ എത്രത്തോളം ശക്തമാണ്, അതിന്റെ കരുത്ത് എന്താണ് എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വെക്കാനും ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള ഈ പറയുന്ന ഈ ഏറ്റുമുട്ടലിൽ, ഈ കോൺഫ്ലിക്റ്റിൽ ഇന്ത്യക്ക് തന്നെയാണ് മേൽക്കൈയും, ഇന്ത്യ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ലോകരാജ്യങ്ങൾ അത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യക്ക് ഒപ്പം നിൽക്കാൻ തയ്യാറാകുന്നതും പാകിസ്ഥാനോട് ഒപ്പം നിൽക്കാൻ ആരും മുന്നോട്ട് വരാത്തതും. എല്ലാ രാജ്യങ്ങളും ഇന്ത്യയോട് ഈ പറയുന്ന യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇന്ത്യ വളരെ സൂക്ഷ്മമായി അടുത്ത ഘട്ടത്തിലെ കാര്യങ്ങൾ നീക്കേണ്ടത്. എല്ലാ യുദ്ധങ്ങളിലും, കാർഗിൽ അടക്കമുള്ള എല്ലാ യുദ്ധ സമയത്തും ഈ പറയുന്ന നയതന്ത്ര തലത്തിൽ ഇന്ത്യക്ക്, പ്രതിരോധ മേഖലയിൽ ഇന്ത്യക്ക് മുന്നേറാൻ സാധിക്കുമ്പോൾ, സൈനിക തലത്തിൽ ഇന്ത്യക്ക് മുന്നേറാൻ സാധിക്കുമ്പോൾ, നയതന്ത്ര തലത്തിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ അല്പം പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയുണ്ട്. അതായത് ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തവണ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നടപടികൾ ഉണ്ടാകണം എന്നുള്ള വലിയൊരു ആവശ്യം ഇപ്പോൾ തന്നെ രാജ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനുള്ള കരുതലോടെയും മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശം രാജ്യം ഈ പറയുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന സർവകക്ഷി യോഗത്തിലും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് മുന്നോട്ട് വന്നത്. ഹാഫിസ് സയ്യിദിനെ വിട്ടുകിട്ടണം അടക്കമുള്ള നിർദ്ദേശങ്ങൾ, അടക്കമുള്ള ആവശ്യങ്ങൾ ഈ നയതന്ത്ര തലത്തിൽ വരുമ്പോൾ, നയതന്ത്ര തലത്തിൽ ടേബിളിലേക്ക് ഈ ചർച്ചകൾ വരുമ്പോൾ ആവശ്യപ്പെടണം എന്നുള്ള നിർദ്ദേശം ഇന്നലെ സർവകക്ഷി യോഗത്തിൽ ഉണ്ടായതും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ സർവകക്ഷി യോഗത്തിൽ ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം നടപ്പിലാക്കേണ്ട ആ സാഹചര്യമുണ്ട്, ആവശ്യമുണ്ട്. കാരണം സർവകക്ഷി സംഘം സാധിക്കുമെങ്കിൽ പ്രധാനമന്ത്രി നേതൃത്വത്തിൽ തന്നെ സർവകക്ഷി സംഘം ജമ്മു കാശ്മീർ സന്ദർശിക്കണം എന്നുള്ളത്. അതിന് പ്രധാന കാരണം പഹൽഗാം ആക്രമണം ഉണ്ടായപ്പോൾ ജമ്മു കാശ്മീർ ജനത ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇന്ത്യക്കൊപ്പം നിൽക്കുകയും ഈ പറയുന്ന തീവ്രവാദ ആക്രമണത്തെ തള്ളിപ്പറയുകയും ചെയ്ത സാഹചര്യം നമ്മൾ കണ്ടതാണ്. ആ സാഹചര്യമുള്ളപ്പോൾ തീർച്ചയായും അവർ നമുക്കൊപ്പം നിന്ന് അവർക്ക് നമ്മൾ നൽകുന്ന ഒരു പ്രത്യാശയാണ് ഈ പറയുന്ന ഒരു സർവകക്ഷി സംഘം അവിടെ സന്ദർശിക്കുക എന്നുള്ളത്. അത് വേണം എന്നുള്ള ആവശ്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില നടപടികളും ഇന്ത്യ ഈ സൈനിക നടപടികൾക്കൊപ്പം സ്വീകരിക്കേണ്ടതുണ്ട്.
മിസൈൽ കണ്ടെത്തിയെന്നൊരു വാർത്ത കൂടി ഇപ്പോൾ വരികയാണ്. പഞ്ചാബിലെ ഹോഷിയാപൂരിലാണ് മിസൈൽ കണ്ടെത്തിയത്. കമാഹി ദേവി മേഖലയിലാണ് മിസൈൽ കണ്ടെത്തിയത്. പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിക്കുന്നു. പുറത്തിറങ്ങരുത് എന്ന് ജനങ്ങൾക്ക് ഈ മേഖലയിൽ, ഹോഷിയാപൂർ മേഖലയിൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, ഇന്ത്യ ഗേറ്റിൽ നേരത്തെ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. അവിടെ നിന്ന് ആളുകൾ ഉൾപ്പെടെ, സന്ദർശകർക്ക് ഉൾപ്പെടെ വിലക്ക് ഏർപ്പെടുത്തിയതിന് പിന്നാലെ ചെങ്കോട്ടയിലും സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. ടി ജെ ശ്രീലാൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീലാൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങിപ്പോൾ ദീർഘനാളുകൾ ഡൽഹിയിൽ മാധ്യമപ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിയാണല്ലോ. നിരവധി മിസ് ഇൻഫർമേഷനുകൾ ഇതിന്റെ ഭാഗമായി വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യ യഥാർത്ഥത്തിൽ ഒരു യുദ്ധം നടന്നിട്ടില്ല. യുദ്ധം പ്രഖ്യാപിക്കണമെങ്കിൽ അതിൻ്റെതായ രീതികളും ചട്ടങ്ങളും എല്ലാം തന്നെ ഉണ്ടല്ലോ. യുദ്ധം എന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു വാക്ക് പോലും അല്ല എന്നുള്ളത് ഉറപ്പാണ്. പാകിസ്ഥാന്റെ ഏകപക്ഷീയമായ ആക്രമണം ഇന്ത്യൻ പ്രതിരോധം എന്ന് തന്നെയല്ലേ അതിനെ മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ നിരവധി സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിരവധി വ്യാജ പ്രചാരണങ്ങൾ ഉണ്ടാകുന്നു, വ്യാജ ദൃശ്യങ്ങൾ പ്രചരിക്കപ്പെടുന്നു. മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ അതിൽ വീഴുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ജനങ്ങളെ കൃത്യമായി അറിയിക്കാനുള്ള സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് നമുക്കിപ്പോൾ നിലവിലുള്ളത് സർക്കാരിന് ലഭിക്കുന്ന ഔദ്യോഗികമായ അറിയിപ്പുകൾ നൽകുക എന്നുള്ളതാണല്ലോ ഈ സെൻസിറ്റീവായ സമയത്ത് ഏറ്റവും ഉത്തരവാദിത്തമുള്ള മാധ്യമം എന്ന നിലയിൽ ചെയ്യാനാകുന്നത്. എന്തൊക്കെയാണ് സമൂഹത്തിൽ സംഭവിക്കുന്നത്, എങ്ങനെ അതിലെ കൂടി ജാഗ്രതയോടെ നേരിടണം? തീർച്ചയായും ബില്ലിൽ നോക്കൂ, ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ആ യുദ്ധത്തിൽ സൈനിക തലത്തിൽ മാത്രമല്ല കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക, അതിന് പല തലങ്ങളിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതിലൊന്നാണ് ഈ വ്യാജ പ്രചരണം അല്ലെങ്കിൽ നുണപ്രചരണം അല്ലെങ്കിൽ ഈ ഫേക്ക് വീഡിയോസ് പ്രചരിപ്പിക്കുക എന്നുള്ളത്. അത് പാകിസ്ഥാൻ വളരെ കൃത്യമായി തന്നെ ആദ്യ ദിവസം തന്നെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ആദ്യ ദിവസം നമ്മുടെ 7 യുദ്ധവിമാനങ്ങളിൽ വെടിവെച്ചിട്ടു എന്നുള്ളൊരു അവകാശവാദം പാകിസ്ഥാൻ ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ ആക്രമണം നടത്തി എന്നുള്ളതും പഴയ വ്യാജ വീഡിയോകൾ വെച്ച് പാകിസ്ഥാൻ നടത്തുകയുണ്ടായി. ഇത്തരത്തിലുള്ള വലിയ പ്രചാരണം ഉണ്ടായപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഇത് ഏറ്റെടുക്കുക പോലും ഉണ്ടായി എന്നുള്ളത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഏറ്റവും ഉത്തരവാദിത്തത്തോടെ മാധ്യമ പ്രവർത്തനം നടത്തേണ്ട ഒരു സമയമാണിത്. പരസ്പരം വെല്ലുവിളിക്കുകയോ അല്ലെങ്കിൽ പരസ്പരം ഈ പറയുന്ന റേറ്റിംഗ് വാറിലേക്ക് പോകാനുള്ള സമയമല്ല ഇതെന്നുള്ളത് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഈ പാകിസ്ഥാന്റെ ഈ പ്രചാരണം വലിയ തോതിൽ നടക്കുന്നുണ്ട്. ചില പല മീഡിയകളിലും വരുന്ന വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ ചിരിച്ചു പോകുന്ന തരത്തിലുള്ള വാർത്തകൾ പോലും ഉണ്ടാകുന്നു ഈ ആക്രമണം നടക്കുന്നതായിട്ടുള്ള രീതിയിലൊക്കെ. പക്ഷെ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇത്തരത്തിൽ വലിയ ഈ പറഞ്ഞ റൂമർ മോംഗറിംഗ് രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഇതെല്ലാം ചെയ്യുകയും പാകിസ്ഥാൻ ഇതിന് നേതൃത്വം നൽകിക്കൊണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ആക്രമണം നടത്തി, ഡൽഹിയിൽ ആക്രമിച്ചു, ആഗ്രയിൽ ആക്രമിച്ചു തുടങ്ങിയ വ്യാജ പ്രചാരണങ്ങൾ പാകിസ്ഥാൻ നടത്തുമ്പോൾ പോലും പാകിസ്ഥാന് കഴിയാതെ പോയ ഒരു കാര്യമുണ്ട്. അത് മുൻപൊക്കെ ഇതുപോലെ ഇന്ത്യയുമായിട്ടുള്ള സംഘർഷം ഉണ്ടാകുമ്പോൾ, ഇന്ത്യയുമായിട്ടുള്ള രാഷ്ട്രീയ സംഘർഷം ഉണ്ടാകുമ്പോൾ, അതിർത്തിയിൽ ചില സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ തോതിൽ പാകിസ്ഥാനിൽ ഇന്ത്യ വിരുദ്ധ പ്രകടനങ്ങളും ഇന്ത്യ വിരുദ്ധ റാലികളും മറ്റ് ഇന്ത്യ വിരുദ്ധ പ്രതിഷേധങ്ങളും ഉണ്ടാകാറുണ്ട്. അത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പാകിസ്ഥാൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇന്ത്യ എതിർക്കുന്ന രീതിയിൽ പല രീതിയിലുള്ള പ്രതിഷേധങ്ങളും മറ്റും വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുമായിരുന്നു. പക്ഷേ ഇത്തവണ പാകിസ്ഥാൻ ഇത്രയും ശ്രമിച്ചിട്ടും, പാകിസ്ഥാൻ ഇത്രയധികം വ്യാജ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിച്ചിട്ടും പാകിസ്ഥാൻ ഇതുവരെയും അങ്ങനെ ഒരു വലിയ ഇന്ത്യ വിരുദ്ധ പ്രതിഷേധം, ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു റാലിയോ മറ്റോ പാകിസ്ഥാനിൽ എവിടെയെങ്കിലും നടന്നതായി കാണിക്കാൻ അവർക്ക് ഇനിയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇവിടെ പഹൽഗാം ആക്രമണം തൊട്ട് പിന്നാലെ കാശ്മീർ ഒറ്റക്കെട്ടായി പാകിസ്ഥാനെയും തീവ്രവാദത്തെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന നമ്മൾ കണ്ടതാണ്. അത് ഈ ലോകം കണ്ടതാണ്. അത് ഒരു ഓർഗനൈസ്ഡ് കാര്യമായിരുന്നില്ല. അത് അറിയാതെ അവരുടെ പ്രതിഷേധം പുറത്തു വന്നത് ലോകം കണ്ടതാണ്. ലോകം കണ്ട മുഴുവൻ ആൾക്കാരും, മുഴുവൻ കശ്മീരികളും, മുഴുവൻ ഇന്ത്യക്കാരും ഇതിനെ ഒറ്റക്കെട്ടായി തള്ളിപ്പറഞ്ഞു ആ പഹൽഗാം ആക്രമണത്തെ. അതേസമയം പാകിസ്ഥാനിൽ ഇത്രയും വലിയ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് അടുത്തുവരെയും നമ്മൾ ബോംബ് വർഷിച്ചിട്ടും അതിനെതിരെ ഇന്ത്യ വിരുദ്ധ ഒരു വലിയ പ്രതിഷേധം കാണിക്കാൻ പാകിസ്ഥാന് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാൻ ഇത്രയും വലിയ റൂമർ മില്ല് നടത്തുമ്പോഴും ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ട് എന്നുള്ള കാര്യം കാണിക്കാനോ അല്ലെങ്കിൽ അത് ഓർഗനൈസ് ചെയ്ത് കാണിക്കാനോ ഒന്നും പാകിസ്ഥാനെതിരെ കഴിയില്ല. അതാണ് ഈ തലത്തിൽ ഇപ്പോഴത്തെ ഈ ആക്രമണത്തിൽ പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും. അവരുടെ ജനത ഈ പട്ടാള നേതൃത്വത്തിനൊപ്പമോ സിവിലിയൻ നേതൃത്വത്തിനൊപ്പമോ ഇല്ല എന്നുള്ളതാണ്. കാരണം പാകിസ്ഥാൻ ജനതയുടെ കാര്യത്തിൽ അവരുടെ പ്രതിഷേധം അവരോട് തന്നെയാണ്. അത്തരത്തിൽ മോശപ്പെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ നടപടി ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതിന്റെ പ്രതിഷേധം അവർ കാണിക്കുന്നത് ഇത്തരത്തിൽ ഇന്ത്യ വിരുദ്ധ റാലികളിലേക്കോ മറ്റോ പോകാതെയാണ്. അവിടെയാണ് പാകിസ്ഥാന്റെ ഈ എല്ലാ റൂമർ മിൽ പ്രവർത്തനങ്ങളും പരാജയപ്പെടുന്നതും അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്.
ശ്രീലാൽ, അതിനോട് ചേർത്ത് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇന്ത്യയെ ആക്രമിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോകുമ്പോൾ പാകിസ്ഥാൻ അവരുടെ കണ്ണിലെ കരടെടുക്കുന്നില്ല എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്. അവിടെ ബലൂചിസ്ഥാൻ വലിയ പ്രശ്നമായി നിൽക്കുന്നു, കറ്റ്വ പിടിച്ചിരിക്കുന്നു BLA എന്ന് പറയുന്ന വിമത സംഘടന. ഒപ്പം തന്നെ താലിബാൻ ഭരണകൂടം അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലെത്തിയതിനു ശേഷം പാകിസ്ഥാനുമായി ഒട്ടും നല്ല ബന്ധമല്ല, നിരന്തരമായ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പിന്നീട് താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ വലിയ വിലക്കയറ്റം ഉണ്ടാവുകയാണ്. അങ്ങനെ രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്നതിനിടയിൽ അവിടുത്തെ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ വീടിന് 20 കിലോമീറ്റർ അടുത്ത് വരെ ഇന്ത്യൻ മിസൈലുകൾ പതിച്ചിട്ട് പോലും, അല്ലെങ്കിൽ ബോംബുകൾ എത്തിയിട്ട് പോലും അവിടെ ഒരു ജനരോഷം ഉണ്ടാവുന്നില്ല. പ്രത്യേകിച്ച് ദേശീയതയെ വലിയ ആയുധമാക്കിയിരുന്ന ഒരു രാജ്യമായിരുന്നല്ലോ, ഇന്ത്യ വിരുദ്ധ വികാരത്തെ ആളിക്കത്തിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നല്ലോ, അത് ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ, ഒപ്പം തന്നെ ഈ അസീം മുനീറിനെ മാറ്റാനുള്ള നടപടികൾ ഉണ്ടാകുന്നു, പാക് സൈനിക മേധാവിയെ മാറ്റാനുള്ള നടപടികൾ, സൈനിക അട്ടിമറികൾ നിരവധി കണ്ട രാജ്യത്ത് വീണ്ടും ഒരു സൈനിക അട്ടിമറി ഈ സമയത്തുണ്ടാകാനുള്ള സൂചനകൾ പുറത്തു വരുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുമ്പോൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാനല്ലേ പ്രതിസന്ധിയിൽ ആയി നിൽക്കുന്നത്. അപ്പോൾ പാകിസ്ഥാന് ഇനിയും ഇന്ത്യയെ ആക്രമിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ മറച്ചുവെക്കുന്നതിന് തുല്യമായിട്ടാണോ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണോ? ഒപ്പം ലോകരാജ്യങ്ങളോട് കൂടുതൽ പണം ആവശ്യപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാൻ എന്ന റിപ്പോർട്ട് ഇതേ നിമിഷം വരികയാണ്. അത് ലഭ്യമാകുമോ? നോക്കൂ, പാകിസ്ഥാന് ഫണ്ടിങ് എന്ന് പറയുന്നത് ഇപ്പോൾ അചിന്തനീയമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ലോകരാജ്യങ്ങളിൽ നിന്നും ഒരു സ്ഥലത്ത് നിന്നും പാകിസ്ഥാന് കാര്യമായ ഒരു പിന്തുണ ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ലഭിക്കുമായിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ അതിനുള്ള ചില സൂചനകളെങ്കിലും ഉണ്ടാകുമായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഒരു ലോകരാജ്യവും പാകിസ്ഥാന് ഇപ്പം മുമ്പ് നിന്ന ഒരു രാജ്യവും പാകിസ്ഥാനെ സാമ്പത്തികമായി സഹായിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ട്, അങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയ സഹായം കിട്ടിയാൽ പോലും മറികടക്കാവുന്ന, കരകയറാവുന്ന ഒരു പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധിയിലല്ല പാകിസ്ഥാൻ ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. പാകിസ്ഥാൻ ഇപ്പോൾ അവരുടെ മണ്ണ് പല മേഖലകളും പല രാജ്യങ്ങൾക്കും കൃഷിക്ക് വാടകയ്ക്ക് നൽകിയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. സൗദി അറേബ്യ പല കൃഷിയും പാകിസ്ഥാനിൽ നടത്തുന്നു. ഗോതമ്പടക്കമുള്ള കൃഷി പാകിസ്ഥാനിൽ നടത്തിയാണ് അവർ അവിടെ കൊണ്ടുപോകുന്നത്. അങ്ങനെ സ്വന്തം മണ്ണ് മറ്റു രാജ്യങ്ങൾക്ക് കൃഷി ചെയ്യാൻ പാട്ടത്തിന് കൊടുത്തിരിക്കുന്ന പാകിസ്ഥാനാണ് നമ്മുടെ മുന്നിലുള്ളത്. ആഭ്യന്തര പ്രതിസന്ധി അതിരൂക്ഷമാണ് പാകിസ്ഥാനിൽ. വിലക്കയറ്റം മൂലം ഉണ്ടാകുന്ന ആഭ്യന്തര പ്രതിസന്ധി, അതിർത്തിയിൽ ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ കാരണമുള്ള ആഭ്യന്തര പ്രതിസന്ധി. പാകിസ്ഥാൻ ചുറ്റപ്പെട്ട് നിൽക്കുകയാണ് ഈ അതിർത്തി സംഘർഷങ്ങൾ കാരണം. ഇന്ത്യയുമായുള്ള അതിർത്തി സംഘർഷം ഉണ്ട് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ബലൂചിസ്ഥാനിലെ അവിടെ ബലൂചിസ്ഥാൻ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള അവിടെ നടക്കുന്ന പ്രതിസന്ധികൾ ഒരു ഭാഗത്ത്. അതേസമയത്ത് കച്ചിന്റെ ഭാഗത്ത് നടക്കുന്നത് ഈ പറയുന്ന താലിബാനുമായിട്ടുള്ള പ്രതിസന്ധി. താലിബാൻ വന്ന അധികാരത്തിൽ അന്ന് തൊട്ട് പാകിസ്ഥാനുമായി വലിയ പ്രതിസന്ധി ഉണ്ട്. കാരണം താലിബാൻ വരുന്നതിന് മുൻപ് അഫ്ഗാനിസ്ഥാനിലെ അസ്ഥിരതയുടെ ഏറ്റവും വലിയ കാരണക്കാരുടെ ഒരാൾ ഈ പാകിസ്ഥാനായിരുന്നു. പാകിസ്ഥാൻ വഴിയായിരുന്നു അമേരിക്ക ഈ പറയുന്ന റഷ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനിൽ ഈ സൈനിക സഹായം എത്തിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ള വലിയ പ്രതിസന്ധി അന്ന് അഫ്ഗാൻ നേരിട്ടിരുന്നു പാകിസ്ഥാനിലൂടെ. ആ പ്രതിസന്ധി അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടം വന്നപ്പോൾ ഇപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞാൽ താലിബാൻ ഭരണകൂടത്തെക്കാൾ വളരെ ദുർബലമായ ഭരണകൂടമാണ്, സിവിലിയൻ ഭരണകൂടമാണ് ഇപ്പോൾ പാകിസ്ഥാനിലുള്ളത്. ഈ പറയുന്ന ഘട്ടത്തിൽ മുൻപായിരുന്നുവെങ്കിൽ ഇത് ഇപ്പോൾ ഒരു സൈനിക അട്ടിമറി നടക്കാനുള്ള സമയവും സാഹചര്യവും എപ്പോഴോ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്നോ ഒരു സൈനിക അട്ടിമറി നടക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ സൈന്യത്തിന്റെ മേധാവി ജനറൽ മുനീർ അടക്കമുള്ളവർക്കും അതേ ഒരു ഈ പറയുന്ന സിവിലിയൻ ഭരണകൂടത്തിനെ ബാധിച്ച എല്ലാ പ്രതിസന്ധിയും അവരെയും ബാധിച്ചിട്ടുണ്ട്. കാരണം ഇതിനെല്ലാം അടിസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഈ പറയുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ പറയുന്ന സൈന്യം തന്നെ ഭരണകൂടത്തിനെതിരായി നിൽക്കാൻ കാരണം ബലൂചിസ്ഥാനിൽ അവർ നേരിടുന്ന പ്രതിസന്ധിക്ക്, ബലൂചിസ്ഥാനിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക്, ബലൂച്ച് ആർമിയെ നേരിടുന്നതിന് പാകിസ്ഥാൻ സൈന്യത്തിന് ആവശ്യമായ ശേഷി ഉണ്ടാകുന്നില്ല എന്നുള്ളതും അതിന് ആവശ്യമായ സഹായം ലഭിക്കുന്നില്ല എന്നുള്ളതുമാണ് ഈ പറയുന്ന സൈന്യത്തിന്റെ ഏറ്റവും വലിയ പരാതി. ആ പരാതിയിൽ നിന്നാണ് ഈ സിവിലിയൻ ഭരണകൂടത്തിനെതിരെ പാകിസ്ഥാൻ സൈന്യത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നതും അവർ തങ്ങളുടെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നതും. അങ്ങനെയാണ് ഈ പറയുന്ന ജനറൽ മുനീറിനെ അദ്ദേഹം റിട്ടയർ ആവുന്നതിന്റെ 2 ദിവസം മുമ്പാണ് അദ്ദേഹത്തെ സംയുക്ത സൈനിക മേധാവിയായി നിയോഗിച്ചുകൊണ്ട് വീണ്ടും 5 വർഷത്തേക്ക് എക്സ്റ്റൻഷൻ കൊടുത്തത്. ആ എക്സ്റ്റൻഷൻ അവസാനിക്കാൻ പോകുന്നു. അത് നീട്ടിക്കിട്ടാനുള്ള അദ്ദേഹത്തിന്റെ ആവശ്യം. ഇങ്ങനെ പല രീതിയിലുള്ള പ്രതിസന്ധി, പല വഴിക്ക് വലിക്കുന്ന കുതിരകളെ കെട്ടിയ ഒരു രഥമാണ് പാകിസ്ഥാൻ ഇപ്പോൾ. അതിൽ ഏത് കുതിരയ്ക്കാണ് ഊർജ്ജം കൂടുന്നത് ആ കുതിര വലിക്കുന്ന തലത്തേക്ക് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം പോകുമെന്ന തലത്തിലേക്ക് നിൽക്കുന്നു. ഇപ്പോൾ ഈ സമയത്താണ് ഇന്ത്യയോട് ഇത്ര വലിയ ഒരു യുദ്ധത്തിന് പാകിസ്ഥാൻ തയ്യാറാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ പാകിസ്ഥാൻ സ്വയം നശിച്ചു പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തും എന്നുള്ളത് അവർ ഭയപ്പെടുന്നുണ്ട്. കാരണം ആഭ്യന്തര പ്രശ്നം, അതോടൊപ്പം തന്നെ അതിർത്തിയിലുള്ള മറ്റ് പ്രശ്നങ്ങൾ, ഇങ്ങനെ നിൽക്കുമ്പോൾ സൈന്യം ഉണ്ടാക്കുന്ന പ്രശ്നം, ഇങ്ങനെ നിൽക്കുമ്പോൾ അവർ ഈ പറയുന്ന
വലിയ പ്രതിസന്ധിയിലേക്ക് വഴുതി വീഴും. അതേസമയം ഇന്ത്യയുമായ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ രാജ്യത്ത് ജനങ്ങൾ പാകിസ്ഥാൻ സർക്കാരിനൊപ്പവും സേനയ്ക്കൊപ്പവും നിൽക്കുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ഒപ്പം തന്നെ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള സഹായം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഈ രണ്ട് സാഹചര്യവും ഈ യുദ്ധത്തിൽ ഈ പറയുന്ന സംഘർഷത്തിൽ പാകിസ്ഥാന് സ്വന്തം നാട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അവിടുത്തെ സിവിൽ ഭരണകൂടവും പട്ടാള ഭരണകൂടവും നേതൃത്വവും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ അവിടെ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടം ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.